മലമ്പുഴ ഡാം വൃഷ്ടിപ്രദേശത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഇമേജ് പ്രവർത്തിക്കുന്നത് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണെന്ന് ബി.ജെ.പി. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ അടക്കമുള്ള നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അല്ലാത്തപക്ഷം പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സി കൃഷ്ണകുമാർ മുന്നറിയിപ്പ് നൽകി. അവശിഷ്ടം ഉൾപ്പെടെയുള്ള മാലിന്യം 48 മണിക്കൂറിനുള്ളിൽ മാനദണ്ഡപ്രകാരം സംസ്കരിക്കണമെന്ന നിയമം ഇമേജിൽ പ്രാവർത്തികമാവുന്നില്ല. 3 മുതൽ 4 മാസം വരെ പഴക്കമുള്ള ചുവന്ന കാറ്റഗറിയിലുള്ള മാലിന്യമാണ് ഇവിടെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നത്. സിറിഞ്ചും മറ്റു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പ്ലാന്റിൽ തുറന്ന സ്ഥലങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. മഴ കനക്കുന്നതോടെ ഇമേജിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തുന്നത് മലമ്പുഴ ഡാമിലേക്കാണ്. കഴിഞ്ഞ നിരവധി മാസങ്ങളായി പ്ലാന്റിൽ നിരവധി ഇൻസിനേറ്ററുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അനുമതി നൽകിയിട്ടുള്ളതിലും അധികം മാലിന്യമാണ് ദിനംപ്രതി വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇമേജിലേക്ക് എത്തുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ്സായ മലമ്പുഴയിലെ കുടിവെള്ളത്തെ തന്നെ നശിപ്പിക്കുന്ന ഇമേജിന്റെ പ്രവർത്തനത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആശുപത്രി മാലിന്യം മലമ്പുഴ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നത് അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സ്ഥലം സന്ദർശിച്ച ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. അടിയന്തരമായി പ്ലാന്റിൽ കൂടിക്കിടക്കുന്ന മാലിന്യം സംസ്കരിക്കാനും പ്ലാന്റ് കൃത്യമായി പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. ഡോക്ടർമാർ നേതൃത്വം നൽകുന്ന ഇമേജിന്റെ പ്രവർത്തനം സുരക്ഷിതമാക്കാൻ അവർക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട്. ഇമേജിന്റെ പ്രവർത്തനം സുരക്ഷിതമാക്കാനും ഇവിടേക്കെത്തുന്ന മാലിന്യം തോത് കുറയ്ക്കാനും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ബി.ജെ.പി. ആരംഭിക്കുമെന്നും സി കൃഷ്ണകുമാർ മുന്നറിയിപ്പ് നൽകി. പരാതി ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കൾ ഇമേജ് സന്ദർശിച്ചെന്നും കൃഷ്ണകുമാർ സൂചിപ്പിച്ചു. സി കൃഷ്ണകുമാറിനൊപ്പം ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ഷൺമുഖൻ, ജില്ലാ ഭാരവാഹികളായ സി മധു, ജി പ്രഭാകരൻ, ബാബു വെണ്ണക്കര, സംസ്ഥാന കൗൺസിൽ അംഗം പി ഉണ്ണികൃഷ്ണ വർമ്മ, അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി സുജിത്ത്, മണ്ഡലം ഭാരവാഹികളായ എ ശരത്ത്, ഡി ഷിബുദാസ്, എം മനീഷ്, പ്രശാന്ത് കുമാർ തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.